അമൽ കോളേജിലെ S5 സ്റ്റുഡൻ്റ് ആണ്. നമ്മൾ വാല്യുവേഷൻ ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ നോക്കാൻ പോണത് അതർ എംപ്ലോയീസിൻ്റെ കേസിൽ എങ്ങനെയാണ് അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ 2 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇഫ് അക്കോമഡേഷൻ ഈസ് ഓൺഡ് ബൈ എംപ്ലോയീസ്. അക്കോമഡേഷൻ ചെയ്യുന്ന പ്രോപ്പർട്ടി എംപ്ലോയീൻ്റെ സ്വന്തമാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ അക്കോമഡേഷൻ ചെയ്യുന്ന പ്രോപ്പർട്ടി അവിടുത്തെ പോപ്പുലേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പം പോപ്പുലേഷൻ എക്സീഡിങ് 25 lakhs ആണെന്നുണ്ടെങ്കിൽ, പോപ്പുലേഷൻ 25 ലക്ഷത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ 50% ഓഫ് സാലറിയുടെ 50% ആണ് നമ്മൾ വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് അക്കോമഡേഷനിൽ എടുക്കുക. ഇനി പോപ്പുലേഷൻ എക്സീഡിങ് 10 lakhs ആണെന്നുണ്ടെങ്കിൽ, 10 lakhsന് കൂടുതലാണെന്നുണ്ടെങ്കിൽ, 20 lakhsന് കുറവും 10 lakhsന് കൂടുതലാണെന്നുണ്ടെങ്കിൽ 10% ഓഫ് സാലറിയുടെ 10% ആണ് നമ്മൾ അക്കോമഡേഷന് വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി അതർ പ്ലേസസ് പറയുമ്പോൾ 10 lakhനും കുറവുള്ള സ്ഥലങ്ങളിൽ 7.5% ഓഫ് സാലറിയാണ്. അപ്പം സാലറിയുടെ 7.5% ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അത് നിന്നിട്ട് ലെസ് എമൗണ്ട് കളക്റ്റഡ് ഫ്രം എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും എമൗണ്ട് കളക്ട് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാണ് നമുക്ക് വാല്യൂ ഓഫ് അക്കോമഡേഷൻ ലഭിക്കുക. ഇത് ഓൺഡ് ബൈ എംപ്ലോയീസ് ഓൺ ചെയ്യുന്നതിൻ്റെ കേസിൽ അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഇഫ് അക്കോമഡേഷൻ ഈസ് ടേക്കൺ ഓൺ ലീസ് ഓർ റെൻറ്റ് ബൈ എംപ്ലോയീസ്. എംപ്ലോയീസ് ലീസിനോ റെൻറ്റിനോ അക്കോമഡേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഓഫ് അക്കോമഡേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് ഹൗസ് 50% ഓഫ് സാലറി ഓർ ആക്ച്വൽ ലീസ് റെൻറ്റ് വിച്ച് എവർ ഈസ് ലെസ്. അപ്പോൾ സാലറിയുടെ 50% എടുക്കുക, അല്ലെങ്കിൽ റെൻറ്റ് ആക്ച്വലി പെയ്ഡ്, ആ രണ്ട് എമൗണ്ട് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിലേതാണോ ലെസ്സായിട്ട് വരുന്നത്, ഏറ്റവും കുറവ് ഏതാണോ ആ എമൗണ്ട് എടുക്കും. അതിന്ന് ലെസ് എമൗണ്ട് കളക്റ്റഡ് ഫ്രം എംപ്ലോയീസ്. നമ്മൾ എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും എമൗണ്ട്സ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വാല്യൂ ഓഫ് അൺഫേർണിഷ്ഡ് അക്കോമഡേഷൻ കിട്ടും. നമ്മൾ പറഞ്ഞത് അതർ എംപ്ലോയീസിൻ്റെ കേസിൽ എംപ്ലോയീസ് ലീസിനോ അഥവാ റെൻറ്റിനോ എടുത്തിട്ടുള്ള പ്രോപ്പർട്ടീൻ്റെ വാല്യൂ ഓഫ് അക്കോമഡേഷന് ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക.